വന്നിട്ടുള്ളത് അതെല്ലാം പൊട്ടിച്ച് കളി ഇട്ടേക്കാണ്. മിറക്കാപ്പതാ അപ്പം ടേപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വണ്ടിയുടെ മിറക്കാപ്പ് വെച്ചതിന് ശേഷമുള്ള ലുക്ക് ഇതാണ് കേട്ടോ. ഫുൾ ലുക്ക് ഇതാണ്. പ്ലേറ്റ് ട്രാക്കിൻ്റെ ഡാഷ് ക്യാമറ അടിച്ച അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് ഇരിക്കുന്ന ഇതിൻ്റെ കൂടെ ഫോമിലേക്ക് അടക്കമാണ് കേട്ടോ വരുന്നത്. ഫുൾ കിറ്റോടെ ഗായ്സ്. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ മുമ്പ് ചെയ്യുന്ന ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് കാറിലാക്കാനായിട്ട് പോവുകയാണ്. പഴയ ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ, ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചെറിയ വീഡിയോസാണ് ഇപ്പോൾ ഇന്ന് ചെയ്യാനത് പോകണം. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പം അതെന്തൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ കാണിച്ചു തരാണ്ട് പോകുന്നത് കേട്ടോ. നമ്മൾ മുമ്പ് ഒരു പോളോ ജിടിയുടെ ബമ്പർ കിറ്റും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ഇതിൻ്റെ അത് യൂട്യൂബിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓൾറെഡി ഒരു 3 എണ്ണം എനിക്ക് സെയിലായിട്ടുണ്ടായിരുന്നു. അപ്പം 4ാമത്തെ പീസ് ഇന്നൊരു മച്ചാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇന്ന് എടുത്തു കൊടുക്കാനായിട്ട് പോവുകയാണ്. അതൊന്ന് വന്നേക്കണം. എന്തായാലും നമുക്ക് കൊറിയർ ഓഫീസിൽ പോയി സാധനം എടുത്തിട്ട് നമുക്ക് മച്ചാനെ കൈമാറാം. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളെ കാറിനൊരു ഡാഷ് ക്യാം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഇന്ന് എത്തുമെന്ന് എനിക്കറിയത്തില്ല. എത്തുകയാണെങ്കിൽ നമുക്ക് അതും സെറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ പോളോ ജിടിയുടെ ബമ്പർ കിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നേരത്തെ ഇതേപോലെ 3-4 ഓർഡർ കിട്ടിയതായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ഇനി അങ്ങോട്ട് കുറച്ച് കണ്ടന്റ് ഞാൻ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇടുന്നത്. അപ്പം ഇനി കുറച്ച് അങ്ങനെ ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്, എന്തെങ്കിലും ഇല്ല, കുറച്ച് കാണാൻ രസമുള്ള എന്തെങ്കിലും നല്ലൊരു കണ്ടന്റൊക്കെ ഇനിയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ പഴയ ഒരു പരിപാടി ഡെയിലി ഒബ്സർവേഷൻ തന്നെ ആയിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ പരിപാടിയിലോട്ട് പോവാം. നേരെ പോയി സാധനം എടുക്കാം. ഓക്കെ, നമ്മളെ ബമ്പർ കിട്ടാൻ കുറച്ചുകൂടി താമസിക്കും കേട്ടോ. ഏകദേശം ഉച്ച കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളെ പോളോയ്ക്ക് വേണ്ടി എടുത്ത അടുത്തൊരു സാധനമാണ്. എല്ലാവരും പറഞ്ഞൊരു ഐറ്റമാണ് കേട്ടോ, നമ്മളെ ബാറ്റ്മാൻ്റെ മിറക്കാപ്പ്. അപ്പോൾ ഈ ഒരു മിറക്കാപ്പ് നോർമൽ പോളോ സൂട്ടാകത്തില്ല. അത് ഇൻഡിക്കേറ്റർ വരുന്ന പോളോയുടെ മിററില്ല, അതിൻ്റെ അകത്ത് മാത്രമേ സൂട്ടാകത്തുള്ളൂ. നമ്മൾ പക്ഷേ ഇൻഡിക്കേറ്റർ മിറർ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മിറക്കാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നത് ഇപ്പം നോർമൽ പോളോയ്ക്ക് ഈ ഒരു ബാറ്റ്മാൻ്റെ മിറക്കാപ്പ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് അറിയത്തില്ല, എന്തായാലും അതൊന്ന് നോക്കണം. അപ്പം മിറക്കാപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 3M ടേപ്പ് ഇതിൻ്റെ പുറകുവശത്ത് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് മിററിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ടേപ്പ് ഒന്ന് ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മിറക്കാപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ. മിറക്കാപ്പതാ അപ്പം ടേപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വച്ചിട്ടുള്ള ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നെടുത്ത് സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി. സംഭവം ഫിനിഷായി അവിടെ നിൽക്കും. ഇങ്ങനെയായിരിക്കും ബാറ്റ്മാൻ മിറക്കാപ്പ് കേട്ടോ. ഇത് ഫോൾഡ് ആവാൻ നേരത്തും ഈ ഒരു മോനെയൊക്കെ കറക്റ്റ് വളഞ്ഞ് വരാം. കാണാൻ അടിപൊളി രസമായിരിക്കും. പക്ഷേ നമുക്ക് ഫോൾഡിങ് ഇതുവരെയും സെറ്റ് ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടേപ്പ് ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു പെയിൻറ്റ് അടിച്ച്, പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ അടയിപ്പോൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാവേ. സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിറക്കാപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എടുത്തേക്കാം. നല്ലൊരു ബെസ്റ്റ് ഡീലിൽ തന്നെ മിറക്കാപ്പും പോളോയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്ത് അക്സസറീസിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ സാധനവും ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും നല്ല ബെസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇന്ന് ബമ്പർ എടുക്കാൻ വരുന്ന കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള GTയുടെ ഒറിജിനൽ ലോഗയാണ് കേട്ടോ. അതാ ഫോൾക്സ്വാഗൻ്റെ ഒറിജിനൽ ലോഗയാണ്. എൻ്റെ വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന സെയിം സാധനമാണ്. അപ്പം അവന് കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ബമ്പർ കൊടുക്കുമ്പോൾ ഈ ഒരു GT ബാഡ്ജിങ് കൂടെ ഒരുമിച്ചാണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ സാധനം കരികളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് ഇരിക്കുന്ന ഫുള്ള് ഇതിൻ്റെ ആക്സസറീസാണ്. അതായത് ഫ്രണ്ടിലെ GTയിലെ ഗ്രില്ല്, ഫോഗ് ലൈറ്റ് വയ്ക്കാനുള്ള സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ഫോഗ് ലൈറ്റ് അടക്കമാണ് കേട്ടോ വരുന്നത്. ഫുൾ കിറ്റോടെയാണ് വരുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട. അൺപെയിൻ്റ് ആണ്. നിങ്ങൾ പെയിൻ്റ് അടിക്കണം, വണ്ടിയിൽ സെറ്റ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇനി പൊട്ടിക്കുന്നില്ല. അതായത് കസ്റ്റമറിൻ്റെ ഇതിപ്പോൾ പൊട്ടിച്ചാൽ പിന്നെ അത് തിരിച്ച് കൊടുക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പം കൊണ്ടുപോകുന്നതല്ലേ. അപ്പം എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കാം. നമ്മുടെ ബമ്പർ അപ്പം കൊണ്ടുപോകാനായിട്ട് മച്ചമ്മ എത്തിയിട്ടുണ്ട്. ഹായ്, പേരെന്തുവാ? കണ്ടു. ബ്രോയുടെ പേര്? ബ്രോയുടെ വണ്ടിയാണല്ലേ? വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കണോ? ഓക്കെ, അപ്പം GTയുടെ കൈ കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി സെറ്റായിട്ട് ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിനകത്ത് കിറ്റ് കയറാനില്ലെന്ന് നോക്കാം. കുറച്ച് പാടായിരിക്കും, നമുക്ക് എന്തായാലും കയറ്റി വെക്കാം. ഓക്കെ, ശരി. ഓക്കെ ഗൈസ്, അപ്പം അവരിതാ പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് തിരക്കി. എല്ലായിടത്തും നല്ല കിറ്റിന്, പോളോയുടെ GT കിറ്റിന് നല്ല റേറ്റാണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തിരക്കിയപ്പം എൻ്റെ കയ്യിൽ നിന്ന് റേറ്റ് നല്ല കുറവായതുകൊണ്ട് ഇവർ നേരെ എൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ പോളോ GT ഓൺലൈൻ കിറ്റും കിട്ടും. ഓൺലൈൻ കിട്ടും, പക്ഷേ ഓൺലൈനിൽ GTയേക്കാൾ നല്ല റേറ്റ് കൂടുതലാണ്.
അപ്പോൾ ഇതേപോലെ ജി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ ജി ടിക്കറ്റ് മാത്രമല്ല പോളോയുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്ത് അക്സസറീസും ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് സാധനങ്ങളെല്ലാം എനിക്കൊരു ചെറിയൊരു ഡീലിൽ നല്ല ഡിസ്കൗണ്ടിൽ എനിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ചെറിയൊരു മാർജിൻ, അതായത് കുറച്ച് പൈസ മാത്രം ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോ. നിങ്ങൾക്ക് റേറ്റൊക്കെ ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം എനിക്ക് ഓർഡർ തന്നാൽ മതി. ബാക്കിയുള്ള ഷോപ്പിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഓർഡർ തന്നാൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ, അങ്ങനെ വെച്ച് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫിറ്റിങ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ രാത്രി ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത് ഇവിടെ കൊണ്ട് വന്നിട്ട് ഫിറ്റിങ്സ് വേണമെങ്കിലും ഞാൻ ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ തന്നെ കൊടുത്ത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ വണ്ടിയുടെ മിറർ ക്യാപ്പ് വെച്ചതിന് ശേഷമുള്ള ലുക്ക് ഇതാണ് കേട്ടോ, ഫുൾ ലുക്ക് ഇതാണ് നമ്മുടെ ഒരു ഡാഷ് ക്യാം കേട്ടോ. ഫ്ലീറ്റ് ട്രാക്കിൻ്റെ ഡാഷ് ക്യാമാണ് എടുത്തേക്കുന്നത്, ഫ്രണ്ട് ആൻഡ് റിയർ. ഇന്നലെ എത്തിയില്ല, ഇതിപ്പം പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ അതാ ഇതാണ് ഐറ്റം കേട്ടോ, ക്യാമറ. ഓക്കെ, 1 year വാറൻറ്റി. എന്താടാ? ഓക്കെ, പൊട്ടിക്കാം. അൾട്രാ HD ഡാഷ് ക്യാം. ട്രാക്കിൻ്റെ ഒരു പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം? നമ്മൾ ഗോപ്രോയൊക്കെ അൺബോക്സ് ചെയ്യില്ല, അതേപോലെ ആയിരിക്കുന്നത് കേട്ടോ. ഇത് ഫ്രണ്ടായിരിക്കണം, ഫ്രണ്ട് ആൻഡ് റിയർ ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് റിയർ ക്യാമറ കേട്ടോ. ഇതിൻ്റെ അകത്ത് ടേപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചേക്കാണ്. ഇത്രയും ഐറ്റങ്ങളുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഫീസിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള എനിക്കറിയത്തില്ല. നമുക്ക് ഏതെങ്കിലും കാർ വർക്ക്ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ ഒരു ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. റെക്കോർഡ് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാൻ പറ്റും. ഇത് പറ്റത്തില്ല, ഇത് പറ്റും, ഇങ്ങനെ പറ്റും കേട്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് കൊണ്ട് സെറ്റ് ചെയ്യാം. നല്ല പണിയായിരിക്കണം. എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാം. സാധനമെല്ലാം കൊണ്ട് നമ്മളെ മോട്ടോർ പ്ലാന്റാണ് വന്നിട്ടുള്ളത്. അതെല്ലാം പൊട്ടിച്ച് വിലയൊക്കെയാണ്. അപ്പോൾ നമ്മളെ കണ്ണമ്പ്രോ വർക്കിനായിട്ട് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഫുൾ വർക്ക് കാണിച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ വയറിംഗ് കിറ്റ്. ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫീസ് ബോക്സിൽ അങ്ങനെ എന്തോ ആണ് സെറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ ഒരു ക്യാമറ ഫ്രണ്ടും റിയറും വരുന്നതുകൊണ്ട് ഇതിൻ്റെ വയറിംഗ് ഒക്കെ ഇതാ ഈ സൈഡിൽ കൂടെ തന്നെ ഫുള്ള് എടുത്തേക്കുന്നുണ്ട്. ഈ വയറിംഗ് നമുക്ക് ബേക്കിൽ വരെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ബേക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗത്തുകൂടെയാണ് നമ്മളതിൻ്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മളിതിൻ്റെ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് പോകണം. പക്ഷേ ബേക്ക് ഗ്ലാസ് നല്ല ഡാർക്ക് കൂളി ഫിലിം ഒട്ടിച്ചേക്കണം. അതുകൊണ്ട് എത്രത്തോളം വിസിബിലിറ്റി കിട്ടുമെന്ന് അറിയത്തില്ല, നോക്കാം. പറ്റില്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്തായാലും വയറിങ്ങിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി പെട്ടെന്ന് കഴിയുമല്ലേ സെറ്റ് എടുക്കാം. കാരണം നമുക്ക് ഫുൾ സെറ്റ് ചെയ്ത് തരണം. ഫ്രീ ട്രാക്കിൻ്റെ ബോക്സിൻ്റെ അത് ഇതാ ഈ ഒരു ക്യൂസറും കൂടെ ഉണ്ട് കേട്ടോ. ക്യൂസർ എന്നല്ലേ, സ്ക്യൂസർ. ഓക്കെ, ആ ഒരു സംഭവം ഉണ്ട്. അതായത് ഇത് വയറിംഗ് ഒക്കെ എവിടെയും ബ്രേക്കാവാതിരിക്കാനുള്ള ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അത്യാവശ്യം ടെക്നിക്കൽ പരമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുൾ സെറ്റപ്പോട് ഇത് തരുന്നത് കേട്ടോ. ബാറ്ററിയുടെ ലൈനും ഒരർത്ഥം ഇവിടെ ഫ്യൂസിൻ്റെ ലൈൻ വരും. ഓക്കെ, അപ്പം ബാറ്ററിയുടെ ലൈൻ ഇതാണ്. ഫ്യൂസ് അത് ഇളക്കി മാറ്റിയിട്ട് ഇത് കുത്തും അല്ലേ? ഇളക്കിയതായത്. ഓക്കെ ഓക്കെ, അത് മാറ്റി ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ ഓക്കെ, ഡയറക്റ്റ് കപ്ലറാണ്. ഓക്കെ, കപ്ലറല്ല, ഡയറക്റ്റ് ഫീസിലും കുത്തുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ സംഭവം. അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ വയർ ബ്രേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല ഇത് വണ്ടി ഓഫായിരിക്കുന്ന സമയത്തും ഈ ക്യാമറ ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫായിരിക്കുന്ന സമയത്തും വണ്ടിയുടെ ഫ്രണ്ടിൽ എന്ത് നടന്നാലും നമുക്കത് റെക്കോർഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇതാണ് അപ്പോൾ നമ്മുടെ ഫ്ലീറ്റ് ട്രാക്കിൻ്റെ ഡാഷ് ക്യാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലീറ്റ് ട്രാക്കിൻ്റെ സൈറ്റിൽ പോയാൽ ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അതുവരെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിനകത്ത് തന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബിൽഡ് GPS 128 എക്സ്റ്റൻഷൻ, പാർക്കിംഗ് മോണിറ്റർ, കൊളിഷൻ ലോക്ക്, 24 ടൈം ലാപ്സ് റെക്കോർഡിംഗ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഡീറ്റെയിൽസ് ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേറൊരു കേസ് നമ്മുടെ 2 വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ RC-യും ഡ്യൂക്കും ഇവിടെ ഇരിക്കുകയാണ്. ചന്തുവിന് 2 ദിവസം പച്ചിരിക്കാൻ കൊടുത്തതാണ്. ഇവിടുത്തെ വേറെ വണ്ടികളാണ് നമ്മളെ പഴയ 220. ഞാനും എൻ്റെ 220 ഉള്ള സമയത്തുള്ളൊരു വണ്ടിയാണ് ഈ കാണുന്ന 220. പിന്നെ RM5 V2. പിന്നെ ചന്തു ഇപ്പോൾ എടുത്ത വണ്ടിയാണ് ആൾട്ടോ
നമ്മുടെ പഴയ സ്ഥലമാണ്, നമ്മളെ ചാനലൊക്കെ തുടങ്ങിയപ്പോൾ ഷൂട്ട് ചെയ്ത ആ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. വണ്ടി ഇവിടെ തിളക്കി കുട്ടപ്പനാക്കി വെച്ചേക്കാണ്. എക്സ്പ്രസ് മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ, ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ചന്തു. അപ്പോൾ ഇനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.